ഈ ചന്ദ്രോപരിതലത്തിലെ ജലത്തിന്റെ സാന്നിധ്യം അതിനുവേണ്ടിയുള്ള ഒരുപക്ഷെ ഗവേഷണങ്ങളിലോ ഓട്ടത്തിലോ ഒക്കെയാണ് ലോകരാജ്യങ്ങളൊക്കെ തന്നെ. ഈ അമേരിക്കയുടെ ഒരു റോവർ അഥീന അവിടെ ലാൻഡിങ്ങിനിടയിൽ തന്നെ തകർന്നു വീണു എന്നൊരു വാർത്ത കണ്ടു. അഥീനയുടെയും ഒരു യാത്രാuദ്ദേശം അത് തന്നെയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? എന്നാണ് ഈ ജലത്തിന്റെ സാന്നിധ്യം, അതിനെക്കുറിച്ചുള്ള മറ്റ് വാർത്തകളും സാറിന് നോക്കി കാണേണ്ടത്? കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് ഈ ചന്ദ്രനിലെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. അത് മുഖ്യമായിട്ടും 4 രാജ്യങ്ങളാണ്. ഒന്ന് US, രണ്ടാമത്തേത് ഇന്ത്യ, പിന്നെ റഷ്യ, ചൈന. ഇങ്ങനെ 4 രാജ്യങ്ങൾ ചന്ദ്രന്റെ വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമായിട്ടും ജലമാണ്. ചന്ദ്രനിൽ പിന്നെ മോളിക്യൂൾസിന്റെ രൂപത്തിലും അതുപോലെ ഐസിന്റെ രൂപത്തിലും ചന്ദ്രനിൽ ഉള്ള ജലനിക്ഷേപത്തെ ലക്ഷ്യമാക്കിയാണ് ഇന്ന് ലോകരാജ്യങ്ങൾ അവിടെ പര്യവേഷണങ്ങൾ നടത്തുന്നത്. നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോയി. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലെ 2 അമേരിക്കൻ പിന്നെ ചന്ദ്ര മിഷനുകളാണ് അവിടെ എത്തിയത്. അതിൽ ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്ന ഒരു മിഷൻ അത് സക്സസ് ആയിരുന്നു. ഈ 2 മിഷനും അമേരിക്കയുടെ അതായത് നാസയുടെ കൊമേഴ്സ്യൽ മൂൺ പേലോഡ്, അതായത് കൃത്യമായി പറഞ്ഞാൽ കൊമേഴ്സ്യൽ ലൂണാർ പേലോഡ് മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ അടുത്ത കാലത്ത് 4 വിക്ഷേപണങ്ങൾ നടന്നത്. ഇത് സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രനിലെ വിഭവങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് നാസ ഇത് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിലത്തേത് ആയിരുന്നു അഥീന. അഥീന എന്ന് പറയുന്ന റോവറിന്റെ പേരാണ്. അത് ഈ കഴിഞ്ഞ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ അവിടെ തന്നെയാണ് ഇതും ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ഇത് പരാജയപ്പെട്ടു. അതൊരു ഗർത്തത്തിലേക്ക് പതിച്ച് അത് ഉപയോഗശൂന്യമായതായിട്ട് അമേരിക്ക സമ്മതിച്ചു. അമേരിക്ക പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, 2 വസ്തുതകളാണ് ഞാൻ ഇതിനകത്തിൽ കാണുന്നത്. അതായത് സാധാരണ പലപ്പോഴും ലോകത്തിൽ ശാസ്ത്രമേഖലയിൽ നടക്കുന്ന പല മുന്നേറ്റങ്ങളിലും ഒരു 10-15 വർഷം പുറകിലായിരിക്കും ഏറ്റവും കുറഞ്ഞത് നമ്മൾ. പക്ഷേ വളരെ ഭാഗ്യവശാൽ ബഹിരാകാശത്ത്, പ്രത്യേകിച്ച് ഇന്റർപ്ലാനറ്ററി ഇന്റർസ്റ്റെല്ലാർ മിഷനുകളിലൊക്കെ തന്നെ, അതായത് ഗ്രഹാന്തര ഗോളാന്തര പര്യവേഷണങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ ഇന്നും മറ്റ് ലോകത്തിലെ ഏതൊരു രാഷ്ട്രത്തിനോടും ഒപ്പമാണ്, അതായത് അമേരിക്കയോടൊപ്പമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദക്ഷിണ ധ്രുവത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ഒരു റോവർ ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളത്. കാരണം അവിടെ മുഴുവൻ വളരെ പരുക്കൻ സർഫസും അതുപോലെ തന്നെ ആ ഉപരിതലം മുഴുവൻ തന്നെ ക്രേറ്ററുകൾ, ഗർത്തങ്ങൾ നിറഞ്ഞതും പിന്നീട് വലിയ പാറക്കെട്ടുകളും ഒക്കെയാണ്. അപ്പൊ അതിലൊക്കെ പോയി ഇടിച്ചിട്ട് ഈ റോവറും ലാൻഡറും ഒക്കെ തന്നെ കംപ്ലീറ്റ്ലി അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ പോലും വളരെ കൃത്യമായ കാൽക്കുലേഷനാണ് അവിടെ സ്പേസ് ഏജൻസികൾക്ക് ആവശ്യം. ഇക്കാര്യത്തിൽ ഇന്ത്യ വളരെ പുരോഗമിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് വളരെ അഭിമാനം തോന്നേണ്ട ഒരു വസ്തുതയാണ്. കാരണം ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ഇതിന് അടുത്ത് തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുകയും അവിടെ ദിവസങ്ങളോളം അത് പ്രവർത്തനക്ഷമമായി ആ ലാൻഡർ മൂവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ച് ഈ ചന്ദ്രനിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ള ലോകരാജ്യങ്ങളുടെ ശ്രമത്തിലേക്ക് നമുക്ക് എത്താം. ഇത് പാശ്ചാത്യ ലോകത്ത് തന്നെ വലിയ വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ ശ്രമം എന്ന് പറയുന്നത് അവിടെ ബേസ് സ്റ്റേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മിക്ക രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. ഇന്ത്യ, US, ചൈന, ഇതെല്ലാം തന്നെ, നമ്മളെല്ലാം തന്നെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മുടെ ഇന്റർപ്ലാനറ്ററി മിഷൻസ്, അതായത് മനുഷ്യൻ കയറിയിട്ടുള്ള മിഷനുകൾ, അതൊരു ഇടത്താവളമായിട്ട് ചന്ദ്രനെ മാറ്റിയെടുക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവിടെ മനുഷ്യവാസം ഉണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ജലം അവിടുന്ന് ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ചെയ്തിരുന്നു. ചന്ദ്രനിൽ ജലമുണ്ട് എന്ന് ആദ്യമായി കണ്ടെത്തുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 ആണ്. ജലത്തിന്റെ രൂപത്തിലല്ല, ഐസിന്റെ രൂപത്തിലാണ്. പിന്നീട് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ധാതുക്കളുമായിട്ട് ചേർന്ന് മോളിക്യൂൾസ് ആയിട്ടും സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഈ ജലം അവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഈ അവിടുത്തെ ചന്ദ്രനിൽ അന്തരീക്ഷമില്ല. അത് കാരണം ഈ ഐസ് പുറത്തേക്കെടുത്താൽ
ആ ചൂടിലേക്ക് വരുമ്പോൾ അത് അപ്പം തന്നെ നീരാവിയായിട്ട് പോകും. അത് സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് ലിക്വിഡ് ആവാതെ ഡയറക്റ്റ് ആയിട്ട് പോകും. ആ നീരാവി പിന്നീട് ചന്ദ്രനിൽ നിലനിൽക്കത്തില്ല. അപ്പൊ ചിലര്, ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ ചില ആൾക്കാർ താഴെ വന്ന് സംശയം ചോദിച്ചിരുന്നു, അങ്ങനെ നീരാവി ഉണ്ടെങ്കിൽ പിന്നെ ആ നീരാവി മഴയായിട്ട് താഴെ പതിക്കത്തില്ല. ഇല്ല, കാരണം നീരാവി ചന്ദ്രന്റെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കില്ല. ചന്ദ്രന് അന്തരീക്ഷമില്ല. ചന്ദ്രന് ഗ്രാവിറ്റി വളരെ കുറവാണ്. അതുപോലെ തടഞ്ഞു നിർത്താനൊന്നുമില്ല. അത് സ്പേസിലേക്ക് അങ്ങ് എസ്കേപ്പ് ചെയ്തു പോകും ആ നീരാവി. അപ്പൊ അത് കാരണം അവിടെ ജലം നിർത്താൻ പറ്റില്ല. അപ്പോൾ എന്നിരുന്നാൽ തന്നെ ഈ ഐസ് അവിടെ ഉണ്ടെങ്കിൽ ആ ഐസ് റിക്കവർ ചെയ്ത് എക്സ്കവേറ്റ് ചെയ്തിട്ട് അത് ജലമാക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങൾക്കുള്ളിൽ കൊണ്ടുവച്ച് ജലമാക്കുന്ന ടെക്നോളജി ഒക്കെ ശാസ്ത്ര ലോകത്തിന് പറ്റും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ ചന്ദ്രനിലെ ഭൂമി ഉപരിതലത്തിനും അവിടുത്തെ ഒരു എൻവയോൺമെന്റ് ഇക്കോസിസ്റ്റത്തിനും ഒക്കെ വലിയ തകരാറുണ്ടാകുമെന്നാണ് പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനൊക്കെ നിയന്ത്രണം വേണം എന്ന് ആവശ്യപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണവും പാശ്ചാത്യ ലോകത്ത് കൂടിയിരിക്കുകയാണ്. മാത്രമല്ല, അവർ പറയുന്നതിൽ ഒരു ചെറിയ വസ്തുത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോ KSRTC ബസ് പോകുന്ന പോലെയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ 2 ലാൻഡറുകളാണ് അവിടെ ചെന്നത്. നിരന്തരം ചന്ദ്രനിലേക്ക് മിഷനുകൾ അയക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ ചന്ദ്രയാൻ 3 അയച്ചപ്പോൾ ഇന്ത്യക്ക് മുമ്പേ അവിടെ ലാൻഡ് ചെയ്യാനായിട്ട് റഷ്യ ഒരു മിഷൻ അയച്ചു. പക്ഷെ അത് ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു പോയി. അതിന്റെ ഓർബിറ്റർ, ഈ ചന്ദ്രനിലേക്ക് അയക്കുന്ന മിഷനുകളിൽ അത് 3 ഭാഗം കാണും. ഒന്ന് ഓർബിറ്റർ എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ വലം വെക്കുന്ന ഒരു പേടകം. ആ പേടകത്തിൽ നിന്ന് മറ്റൊന്ന് ലാൻഡർ എന്ന് പറഞ്ഞ് ആ പേടകത്തിൽ നിന്നും മറ്റൊരു ചെറിയ വസ്തുവിനെ വിക്ഷേപിക്കും. ചെറിയൊരു പേടകം വിക്ഷേപിക്കും. അതൊരു ലാൻഡർ ആയിരിക്കും. ആ ലാൻഡറാണ് ചന്ദ്രനിൽ ഇടിച്ചിറങ്ങുകയോ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ലാൻഡിങ് നടത്തി. എന്നിട്ട് അതിൽ നിന്ന് മറ്റൊരു സാധനം പുറത്തു വരും. അത് റോവറാണ്. അത് മൂന്നാമത്തെ ഈ ഒരു ചെറിയ വാഹനം, ഇപ്പൊ നമ്മൾ കുട്ടികൾ കളിക്കുന്ന ഒരു കാറ് പോലത്തെ ഒരു സാധനം, റിമോട്ടിൽ പ്രവർത്തിക്കുന്ന കാറുകളുണ്ടല്ലോ, അതുപോലെ ഒരു സാധനം വെളിയിലേക്ക് ഈ ലാൻഡറിൽ നിന്ന് വരുന്നു. എന്നിട്ട് അത് അവിടെ കറങ്ങി നടന്നിട്ട് അത് കുഴിക്കാൻ നോക്കും അവിടെ. അപ്പോൾ ഈ അഥീനയുടെ ഒരു ലക്ഷ്യം ചന്ദ്രോപരിതലം കുഴിക്കുകയും അതിന്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് മനസ്സിലാക്കി. അപ്പൊ ടെമ്പറേച്ചർ താഴെ കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം താഴെ ഐസ് ഉണ്ടാകുമെന്നാണ്. പിന്നെ അതില് സ്പെക്ട്രോസ്കോപ്പ്, അതായത് അതിനടിയിലുള്ള എന്തൊക്കെ ധാതുക്കളാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ, ഇതൊക്കെ ആയിരിക്കും മിക്കവാറും റോവറില് ലാൻഡറിലും അതുപോലെ അതൊക്കെ ഉള്ളത്. എന്തായാലും ശരി, അഥീന പരാജയപ്പെട്ടു. അഥീനയ്ക്ക് തൊട്ടു മുമ്പുള്ള ബ്ലൂ ഗോസ്റ്റ് എന്ന് പറയുന്നത് അത് വിജയിച്ചിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത് 4 ദൗത്യങ്ങളാണ് നാസ സ്വകാര്യ മേഖലയുമായിട്ട് ചേർന്ന് ചെയ്തത്. ഈ സ്വകാര്യ മേഖലയ്ക്ക് സാങ്കേതികത്വവും കുറച്ച് ഫണ്ടിങ്ങും നാസ കൊടുക്കും, ബാക്കി അവർ ചെയ്യും. അപ്പൊ ഇതിൽ നിന്നുള്ള വിവരങ്ങൾ അത് മറ്റു ലോകരാജ്യങ്ങൾക്ക് കൈമാറുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഉപയോഗിക്കുന്ന ചെയ്യുന്നതിന്റെ പ്രതിഫലം ഇന്ന് സ്വകാര്യ മേഖലയ്ക്ക് ലഭിക്കും. അപ്പോൾ അമേരിക്ക വളരെ ജാഗരൂകമാണ്. അതായത് ചന്ദ്രനിലെ വിഭവങ്ങൾ ആദ്യം കണ്ടുപിടിക്കുന്ന ആൾക്കായിരിക്കും മിക്കവാറും അത് കിട്ടുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്ത സ്ഥലത്തിന് നമ്മളൊരു പേര് പോലും ഇട്ടു, ശിവശക്തി പോയിന്റ് എന്നോ ശക്തി സ്ഥലം, അങ്ങനെ എന്തോ ഒരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോ അത് തന്നെ. അപ്പൊ അന്താരാഷ്ട്ര തലത്തില് ഇന്ന് 1967 ഒരു ഉടമ്പടിയുണ്ട്, ഔട്ടർ സ്പേസ് ഒരു ഉടമ്പടിയുണ്ട്. അപ്പൊ അത് പ്രകാരം മറ്റു ഗ്രഹങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ഉപഗ്രഹങ്ങളോ ഒന്നും തന്നെ ഒരു രാജ്യത്തിനും അങ്ങനെ സ്വന്തമാക്കാൻ പറ്റത്തില്ല. പക്ഷെ അതേസമയം തന്നെ പര്യവേഷണം നടത്തുന്നതിൽ അവിടുന്ന് കുഴിച്ചെടുക്കുന്നതിൽ നിന്നും തടയാനായിട്ട് ഒരു ഉടമ്പടിയും അന്താരാഷ്ട്ര തലത്തിലില്ല. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഈ ആദ്യമായിട്ട് മറ്റു ഗ്രഹങ്ങളിൽ പോയിട്ട് ലാൻഡ് ചെയ്ത രാജ്യങ്ങളുടെ കൈവശമായിരിക്കും ഇനി ഈ വിഭവങ്ങളൊക്കെ തന്നെ. കാരണം അവരായിരിക്കും അത്, കാരണം ആദ്യത്തെ ഉടമ്പടി അവരായിരിക്കുമല്ലോ ഉണ്ടാക്കുന്നത്. അവർ സ്വാഭാവികമായിട്ടും ഇപ്പൊ ബസ്സില് കുറച്ച് ആൾക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ നിർത്തണ്ടെന്നായിരിക്കും അവർ പറയുന്നത്. കാരണം അവർക്ക് എത്രയും വേഗം ചെല്ലണം. അതുപോലെ ഫസ്റ്റ് ആയിട്ട് ഈ ഗ്രഹങ്ങളിലും ഉപഗ്രഹങ്ങളിലും ഒക്കെ ലാൻഡ് ചെയ്തിട്ടുള്ള രാഷ്ട്രങ്ങൾക്ക് ഒരു മേൽക്കൈ ഉണ്ടാവും. ആ മേൽക്കൈ ഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനുമുണ്ട്. അത് നമുക്കൊരു വലിയ നേട്ടം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ട്, അതായത് ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ജലം മാത്രമല്ല, ഇപ്പോഴത്തെ അഥീന മിഷന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ
പ്ലാറ്റിനം ഉണ്ടെന്നാണ്. വലിയ തോതിൽ പ്ലാറ്റിനം നിക്ഷേപം. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ ഒന്നാണ് പ്ലാറ്റിനം. സ്വർണത്തെക്കാൾ മൂല്യമുണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾക്ക്, നമുക്കറിയാതെ. അങ്ങനെയുള്ള പ്ലാറ്റിനം ഉൾപ്പെടെയുള്ളത് ഖനനം ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ചന്ദ്രയാൻ 4 2028 വിക്ഷേപിക്കാൻ പോവുകയാണ്. ഈ ചന്ദ്രയാൻ 4 അവിടുന്ന് ഒരു 3-4 കിലോളം സാധനങ്ങൾ, അതായത് ചന്ദ്രന്റെ ഉപരിതലത്തിലുള്ള ധാതുക്കളാവാം, മറ്റ് അവിടെ കാണപ്പെടുന്ന പാറക്കല്ലുകളാകാം, ഇത് ശേഖരിച്ച് തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടെക്നോളജിയുമായിട്ടാണ് ചന്ദ്രയാൻ 4 2028 വിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം മറ്റു ഗ്രഹങ്ങളിലെ ധാതുക്കൾക്കും അതുപോലെ മറ്റു ഗ്രഹങ്ങളുടെ അവകാശങ്ങൾക്കും ജലം ഉൾപ്പെടെ ഉള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധം മുറുകിയിരിക്കുകയാണ്. ഇതില് ആദ്യം ചെന്നെത്താൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ഒരു മഹാഭാഗ്യമാണ്. അതിന് തീർച്ചയായിട്ടും നമ്മൾ ISROയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പല മേഖലകളിലും ഇന്ന് ഇന്ത്യ ശരിക്കും 15-20 വർഷം പിറകിലാണ് ശാസ്ത്രത്തിന്റെ പല മേഖലകളിലും. അവിടെയൊക്കെ തന്നെ അമേരിക്കയും റഷ്യയും പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് ചൈനയുമാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ സാന്ദർഭികവശാൽ ഞാൻ മറ്റൊരു കാര്യം പറയാം. ജപ്പാൻ ഒരു മൂൺ മിഷൻ നടത്തിയിരുന്നു. അത് ഭാഗികമായിട്ട് വിജയിച്ചിരുന്നു. അത്ര പൂർണ്ണമായിട്ട് വിജയമല്ലായിരുന്നു, പക്ഷെ അത് ഭാഗിക വിജയമായിരുന്നു. ജപ്പാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നുണ്ട് ഔട്ടർ സ്പേസ് മിഷനുകളിൽ. ചുരുക്കി പറഞ്ഞാൽ ചന്ദ്രന്റെ ജലം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. ചന്ദ്രനിലെ ജലം, ആ ജലം ആരുടെ കൈവശം എത്തപ്പെടുന്നു, ആ ജലം ഉപയോഗിച്ചിട്ട് ബേസ് ആക്കിക്കൊണ്ട് ഇപ്പം മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ലക്ഷ്യമിടുന്ന അടുത്ത ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. വരുന്ന കാലഘട്ടത്തിൽ ചൊവ്വയിലേക്കുള്ള മിഷനുകളൊക്കെ തന്നെ അതിൻ്റെ ഒരു ഇടത്താവളമായിരിക്കും ചന്ദ്രൻ. അതായത് ഭൂമിയിൽ നിന്നും വിക്ഷേപിക്കുന്ന പേടകങ്ങൾ ചന്ദ്രനിൽ എത്തപ്പെട്ട് അവിടെ നിന്ന് പിന്നീട് ചൊവ്വയിലേക്ക് പോകുന്ന ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 5 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഒരുപക്ഷെ സ്വപ്നം പോലും കാണാത്ത രീതിയിലുള്ള മനുഷ്യ കയ്യേറ്റങ്ങളെന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ മനുഷ്യ വാസമെന്ന് വേണമെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിലും പറയാം, അധിനിവേശമെന്ന്, അത് ചന്ദ്രനിൽ ഒരു യാഥാർത്ഥ്യമാവും. ഏതൊക്കെ സംഘടനകൾ ഇതൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും ഈ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടവും ഇതിൽ നിന്ന് ലഭ്യമാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഉള്ളിടത്തോളം കാലം ലോകരാഷ്ട്രങ്ങളും ലോകത്തിലെ സ്പേസ് ഏജൻസികളും ഒന്നും തന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ അമേരിക്കൻ മിഷൻ അത് പരാജയപ്പെട്ടു. ഇതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.